അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വൈകി വന്ന കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ എന്താ പറയുക അടുത്തുള്ള തേയിലത്തോട്ടത്തേക്കാട്ടാ തിരിച്ചത്. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുക ചെയ്തത്. അവിടെ പോയിട്ട് നോക്കിയപ്പോൾ നല്ല മഞ്ഞ കണ്ടില്ലേ, നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണവായിരുന്നു. കുട്ടികളും ഞങ്ങളൊക്കെ പറയേണ്ടായിരുന്നു നല്ല തണവുണ്ടില്ലേ. പിന്നെ വൈകുന്നേരം സമയമല്ല, അപ്പോൾ ഒന്നും കൂടി തണവ് കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ പരമാവധി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന് സത്യത്തിൽ ഞങ്ങൾ പെട്ടിട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷ വിട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ കുറേ ടൈം അവിടെ നിർത്തണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടല്ലേ വരുള്ളൂ, തിരിച്ച് വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള സ്ഥലവും കൂടിയല്ല. എന്നിട്ട് ഞങ്ങളവിടെ ഓട്ടോറിക്ഷ വിടട്ടുണ്ടായത്. ഞങ്ങൾ തിരിച്ചപ്പോൾ ഭയങ്കര ഇട്ട്, കാരണം ഈ മലയും കുന്നൊക്കെയുള്ള പ്രദേശത്തിൽ പെട്ടെന്ന് ഇട്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യുക, ടെൻറ്റിക്കുള്ള വഴി കാണാൻ പറ്റില്ല, ഫോണിൽ ഫ്ലാഷ് അടിച്ചിട്ട് ഞങ്ങൾ പോകണത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ പോയി ഞങ്ങളെവിടെ എത്തി. ഈ കടവിടെ പോയാൽ പിന്നെ ധൈര്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇടിപ്പുണ്ടായിരുന്നു കേട്ടോ. തീരെ പരിചയത്തൊരു സ്ഥലമാണല്ലോ. നമുക്ക് പഠിച്ചാലും ടെൻറ്റിക്കുള്ള വഴി നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ ഞങ്ങളവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ അവിടെ പോയി തിരിച്ച് വരുമ്പോഴത്തേനും സൺസെറ്റ് കാണാൻ പോയിരുന്നവരൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞു ക്യാമ്പ് ഫയർ ഉണ്ട്, പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കപ്പിൾസിനുള്ളത് വേറെ, എന്താ പറയുക, ബാച്ചിലേഴ്സിന് വേറെ ഭാഗത്ത് അങ്ങനെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് അടിപൊളിയായിരുന്നു. ബിരിയാണി റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും സാലഡൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കഴിച്ചു, നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ തകർക്കിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആകെ സ്തംഭിച്ച് പോയിട്ട്. അതാണ് കുട്ടികൾ മറ്റുള്ള ഡാൻസ് കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ കുട്ടികളൊക്കെ നന്നായി കളിക്കുകയൊക്കെ ചെയ്യും. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണവരൊന്നല്ല. പക്ഷേ ഇവരെല്ലാവരും കൂടി കണ്ടപ്പോൾ കുട്ടികൾക്ക് പേടി തോന്നുന്നുണ്ട്. അങ്ങനെ ആകെ അത് വിട്ട് സ്റ്റെക്കായിട്ട് പോയി നിൽക്കട്ടാ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.